തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം പത്മനാഭസ്വാമി ക്ഷേത്രം. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ഭഗവാൻ വിഷ്ണുവിനോടൊപ്പം ഐശ്വര്യത്തിൻ്റെ ദേവതയായ ശ്രീദേവിയെയും ഭൂമിയുടെ ദേവതയായ ഭൂദേവിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അനന്ത ശയന രൂപത്തിലുള്ള ഭഗവാനോടൊപ്പം ഈ ദേവിമാർ എപ്പോഴും നിലകൊള്ളുന്നു. നവരാത്രി കാലത്ത് ഈ ക്ഷേത്രം ദേവീ ചൈതന്യം കൊണ്ട് കൂടുതൽ ശോഭയുള്ളതായി മാറുന്നു. ജ്ഞാനത്തിൻ്റെയും വിദ്യയുടെയും ദേവതയായ സരസ്വതീ ദേവിയെ ഈ പുണ്യദിനങ്ങളിൽ ക്ഷേത്ര സന്നിധിയിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നു. തിരുവിതാംകൂറിൻ്റെ പഴയ തലസ്ഥാനമായിരുന്ന പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്ന് സരസ്വതീ ദേവിയുടെ വിഗ്രഹം ആഘോഷപൂർവമായ ഘോഷയാത്രയോടെയാണ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നത്. ദേവിയുടെ അംഗരക്ഷകരായി വേളിമല കുമാരസ്വാമിയെയും ശുചീന്ദ്രം മുന്നൂറ്റി നങ്കയെയും ഒപ്പം എഴുന്നള്ളിക്കുന്നു. ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ശേഷം സരസ്വതീ ദേവിയുടെ വിഗ്രഹം ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ നവരാത്രി മണ്ഡപത്തിൽ പൂജയ്ക്കായി പ്രതിഷ്ഠിക്കുന്നു. കുമാരസ്വാമിയെ ആര്യശാല ക്ഷേത്രത്തിലും മുന്നൂറ്റി നങ്കയെ ചെന്തിട്ട ഭഗവതി ക്ഷേത്രത്തിലുമാണ് ഇരുത്തുന്നത്. നവരാത്രിയുടെ 9 ദിവസങ്ങളിലും ഈ സരസ്വതീ വിഗ്രഹത്തിനു മുന്നിലാണ് ആരാധനയും പൂജകളും നടക്കുന്നത്. സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ കാലം മുതൽ തുടർന്നു പോരുന്ന വിഖ്യാതമായ നവരാത്രി സംഗീതോത്സവം അരങ്ങേറുന്നതും ഈ മണ്ഡപത്തിലാണ്. ഈ ദിവസങ്ങളിൽ ക്ഷേത്രവും പരിസരവും ഭക്തിയുടെയും കലയുടെയും സംഗമ ഭൂമിയായി മാറുന്നു. അങ്ങനെ ശ്രീദേവി, ഭൂദേവി എന്നീ നിത്യ സാന്നിധ്യങ്ങൾക്കൊപ്പം നവരാത്രി കാലത്ത് സരസ്വതീ ദേവിയുടെ ചൈതന്യം കൂടി ചേരുമ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഒരു സമ്പൂർണ്ണ ദേവതാ കേന്ദ്രമായി മാറുന്നു. നവരാത്രി വടക്കേ ഇന്ത്യയിലും കിഴക്കൻ ഇന്ത്യയിലും വളരെ ആവേശത്തോടെ ആഘോഷിക്കപ്പെടുന്നു. നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം അതിൻ്റെ 9 രാത്രികളെ ഈ ഉത്സവം ഓർമ്മപ്പെടുത്തുന്നു. 10ാം ദിവസം നന്മയുടെ വിജയത്തിൽ കലാശിക്കുന്നു. ഈ കാലയളവിൽ ശക്തി, ഊർജം, ജ്ഞാനം എന്നിവയുടെ ദേവതയായി ദുർഗാമാതാവിനെ ആരാധിക്കുന്നു. അങ്ങനെ വിജയദശമി സന്തോഷത്തോടെ കൊണ്ടാടി വിജ്ഞാനത്തിൻ്റെയും വിജയത്തിൻ്റെയും ദിവസമായി ആഘോഷിച്ച് സന്തോഷിക്കുന്ന ഒരു ഉത്സവമായിട്ടാണ് നവരാത്രി നാം കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം അതിൻ്റെ ഉത്സവത്തിമിർപ്പിൻ്റെ മൂർധന്യത്തിലാണ്. ഒരുവിധം എല്ലാ ആഘോഷങ്ങളും കൊണ്ടാടുന്ന തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് ഇന്ന് 9 ദിവസങ്ങൾ, നവരാത്രിയുടെ 9 ദിവസങ്ങളും ആഘോഷ തിമിർപ്പിൻ്റെ ദിവസം തന്നെയാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളെല്ലാം അതിഭയങ്കരമായ തിരക്കിൻ്റെ കൂടി ദിവസങ്ങളായിരിക്കും. എല്ലാവർക്കും നല്ലൊരു നവരാത്രി ആശംസിക്കുന്നു.